ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇത് ഇന്ന് എന്നെ എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ, വീഡിയോ ആണ്. ഇന്ന് എന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ ഭീമാപള്ളി ഉറൂസ് തുടങ്ങുന്ന ദിവസമാണ്. അതായത് തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും പ്രാദേശിക അവധിയാണ്. അപ്പൊ മക്കൾക്ക് ഇന്ന് സ്കൂളില്ല. അപ്പൊ അവര് പക്ഷേ ഇവിടെ ഇല്ല, അവര് ട്യൂഷന് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കരുതി ഉച്ചയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് ലഞ്ച് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ എടുക്കാന്ന് വെച്ചു. വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഇടുന്നവർ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്. ഗീ റൈസും ഒരു ഗ്രീൻ കളർ ചിക്കനും, അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഡേ ഇത്രയേ ഉള്ളോ, ഇത് മതിയോ എന്ന്. ഇത് മതി. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഏത് ചിക്കൻ ആണെന്ന് അറിയുമോ? ഷുച്ചന്റെ ബർത്ത്ഡേക്ക് നമ്മൾ കുറച്ച് പീസസ് എടുത്ത് കറി വെച്ചെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബാക്കിയാണ്. ഇനി കുറച്ച് ഒരു ബോക്സും കൂടെ ഇരിപ്പുണ്ട്, ഇതിന്റെ കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിച്ചാലും ഇങ്ങനെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ കുറച്ച് പീസസ് ഉള്ളത് നിങ്ങൾക്ക് മതിയാവോ? ഒന്ന് മതിയാവും കേട്ടോ. ഒരു നേരെ ഈ പിള്ളേരൊക്കെ കഴിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും കഴിക്കില്ല. അത് കഴിഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കന്റെ വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ 3-4 പീസ് പാർട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബോക്സസിലാക്കി വെച്ചേക്കും. അപ്പൊ ഇതേപോലെ നമ്മുടെ ഐസ്ക്രീമിന്റെയും തൈരിന്റെ ഒക്കെ പാത്രം കിട്ടത്തില്ലേ, അപ്പൊ അതിനകത്തൊക്കെ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സംസാരിച്ചുകൊണ്ട് നിന്നാൽ ശരിയാവൂല. മണി 12 ആവാറായി കേട്ടോ. ഇനിയിപ്പൊ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങട്ടെ, ഇല്ലെങ്കിൽ പണി കിട്ടും നമുക്ക്. ഞാൻ കരുതി നമ്മുടെ ഗീ റൈസ് ഇന്ന് കുക്കറിൽ വെക്കാന്ന് കരുതി, അതാവുമ്പോ പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ ചിക്കൻ ഇതിലും വെക്കാന്ന് കരുതിയ. കാരണം എന്താണെന്നറിയോ, ഇതിലാവുമ്പോ പെട്ടെന്നാവും. മാത്രമല്ല, ഈ ഇരുമ്പ് ചട്ടി വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതിലേ വെക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് സലാഡിന് വേണ്ടിയിട്ടാണ്. തൈര് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സവോള നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണോ വറുക്കാം. എയർ ഫ്രയറിലിട്ട് വറുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വറുക്കാം. അല്ല, നമ്മള് എണ്ണയിലാണെങ്കിൽ പപ്പടം കാച്ചുന്നതിന് മുമ്പ് ആ എണ്ണയിലിട്ട് വറുത്ത് പോരാ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റൈസ് വേവിക്കാൻ വേണ്ടി നമ്മൾ എണ്ണയിൽ സവോളയൊക്കെ വഴറ്റുമല്ലോ, അപ്പൊ അങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള സവോളയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അപ്പൊ അതിന് വഴറ്റുന്നതിന് മുമ്പായിട്ട് ആദ്യം അത് ഫ്രൈ ചെയ്ത് കോരിയതിനു ശേഷം അതേ എണ്ണയിൽ ഇത് ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എങ്ങനെ വേണോ ചെയ്യാം. ഞാൻ ഹെയർ ഫ്രയറിൽ ചെയ്യാന്ന് വിചാരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൽ ഇച്ചിരി ഉപ്പൊക്കെ പുരട്ടി വെക്കാം കേട്ടോ. അരിഞ്ഞു വെച്ചെന്നേ ഉള്ളേ, എല്ലാം അരിഞ്ഞ് നമ്മുടെ കൈ വാക്കിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറവറാ ചെടപടേന്ന് കുക്ക് ചെയ്തെടുക്കാം. ശരിയല്ലേ? ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുഞ്ഞു സ്പൂണിൽ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മതിയാവും. പിന്നെ ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി കാഷ്നട്ടും കിസ്മിസും എടുത്ത് വെച്ചിട്ടുള്ളത് വറുത്ത് കോരി വെക്കാം കേട്ടോ. വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു സ്റ്റാർ അനീസ് അതായത് തക്കോലം ഇത്ര ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ കറി വെക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ അതില് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക. അത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്ത്. അപ്പൊ ഇതൊരു 3 സവോളയാണ്. കാരണം ഇവിടെ ഗ്രേവി ഭയങ്കര കാര്യമാണ്, എല്ലാവരും ഗ്രേവി എടുക്കുന്നവരാണ്. സവോള പെട്ടെന്ന് മൂത്തിട്ടാനായിട്ട് ചിപ്പിക്കാം. അയ്യോ, ഇത് നമ്മൾ ഞെരടിയില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലെ കറക്റ്റ് മതി കൊടുക്കൊണ്ട. എയർ ഫ്രയറിലല്ല, എണ്ണയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അതവിടെ ഇരുന്നോട്ടെ.
ഇവിടെ നമ്മുടെ സവോള മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് ജീരകശാല റൈസ് ആണേ. വെള്ളത്തിന്റെ അംശമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം കേട്ടോ. അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാമേ. വെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. ഇപ്പൊ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. കുക്കർ മൂടി വെക്കാം കേട്ടോ. കുക്കർ മൂടി വെച്ച് വിസിൽ വരട്ടെ. ഇനി നമുക്കിത് നമ്മുടെ ഇതിലേക്ക് വേണ്ട ഒരു ഗ്രീൻ കളർ മസാല നമുക്ക് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ടിട്ട് വഴറ്റിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മല്ലിയില, പുതിനയില. ഇത് പച്ചക്കുരുമുളകാണേ. ഞാൻ മുമ്പൊരിക്കൽ നമ്മുടെ ഈ ബാക്ക് സൈഡ് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ച് കുറ്റിക്കുരുമുളകിന്റെ തൈയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ആ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം ഇട്ടത്. നിങ്ങൾ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയിൽ നിന്നുള്ള ജ്യൂസും ഒക്കെ കൊണ്ട് ഇത് അരയാനാണ് സാധ്യത. ഇനി അഥവാ അരഞ്ഞില്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് അരച്ചിട്ട് വരട്ടെ. അപ്പൊ ഇതാ നമ്മുടെ അരപ്പെല്ലാം കിടുക്കച്ചായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്തില്ല. വിസിലായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതാ കണ്ട അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല ഒന്നാന്തരം തനി മലയാളിയാണ്. എനിക്കിത് കളയാൻ പറ്റൂല. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കട്ടെ. ഇനി ആരും വരണ്ട കേട്ടോ. അതെന്താ മലയാളികൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മലയാളികളെല്ലാം അങ്ങനെയാണോ എന്നൊന്നും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ കണ്ട് ശീലിച്ചതല്ലേ. നിങ്ങൾക്ക് തോന്നും അയ്യോ വെള്ളമായി പോയില്ലേന്ന് കേട്ടോ. അത് സാരല്ല. നമ്മളിപ്പോ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ വറ്റൂല. ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നാൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആരൊക്കെ ഉണ്ടോന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ അച്ഛനും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ പറയണ്ട, എപ്പം തീർന്നെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. മസാലയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണം. ഒരു കാര്യം ചെയ്യാമേ, എരിവുണ്ടോന്ന് നമുക്ക് നോക്കാം. എരിവില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെച്ചം. എരിവുണ്ടേ. എരിവില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കാന്ന് വെച്ചാണ് നോക്കിയത്. നന്നായി. എരിവുണ്ടേ. 2 പച്ചമുളകാണ് ആകെ ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഉള്ളിക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, ഒട്ടുമില്ല. നമുക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ഈ അരപ്പും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തട്ടെ കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ എല്ല് പീസസ് കൂടുതൽ വരണ, എല്ലിന്റെ ഭാഗങ്ങൾ കൂടുതൽ വരണതില്ലേ, കഴുത്ത്, മറ്റേ ചിറക്, കണ്ട വിങ്സിന്റെ, അതൊക്കെ കൂടുതൽ വരുന്നതാണ് ഈ ബോക്സിൽ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ എടുത്തത്.
എന്നാലും പീസസും ഉണ്ട് അവർക്ക് കഴിക്കാൻ. പിന്നെ നമുക്കിതാ, എനിക്ക് ഇവിടെ എങ്ങും പ്ലഗ് പോയിന്റ് ഇല്ല, അങ്ങും അപ്പുറത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ഈ അരയ്ക്കണതും പൊടിക്കണതും ഒന്നും കാണിക്കാത്തത്. ഭയങ്കര കീച്ച ഒന്നും കൂടെ കഴുകിയേക്കാം. അപ്പതാ പച്ചമുളക്, മല്ലിയില, ഒരു ചെറിയത് ഇഞ്ചി, സവോള. ഇത് ഇലക്ട്രിക് ചോപ്പർ ആണേ. ഞാൻ ചോപ്പേഴ്സിന്റെ ഒരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവര് പോയി കണ്ടു നോക്കണേ. ഞാൻ താഴെ പിൻ ചെയ്തേക്കാം കേട്ടോ, അതിന്റെ ലിങ്ക് താഴെ ഇട്ടേക്കാവേ. അയ്യോ, നമ്മൾ കറിവേപ്പില എടുത്തിട്ടില്ലേ, അപ്പൊ ഞാൻ പോയി കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് വരാവേ. അപ്പൊ ഇതാ നമ്മൾ കറിവേപ്പില വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകട്ടെ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട്, അപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അതെടുത്തു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കട്ടെ. അപ്പൊ നമ്മളെല്ലാം ഇതിലിട്ടു. നമ്മൾ തക്കാളി ഇട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞോ തക്കാളി ഇട്ടില്ല എന്ന്? നമുക്ക് തക്കാളി ഇടാം കേട്ടോ. കൊള്ളാമോ? പുതിയ ബോക്സ് തക്കാളി ഇടാൻ വാങ്ങിച്ചത്. ഇതുപോലത്തെ ബോക്സസ് ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ ആൾക്കാർ വാങ്ങുന്നതായിട്ട്. ഇതിന്റെ അടിയിൽ ഇതാ എന്തായാലും എടുത്തതില് കാണിച്ചിടാം. ഇതുപോലെ ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ, വെള്ളം ഇങ്ങനെ ഇത് ചെയ്യാൻ. ഞാൻ ഇപ്പൊ ഇതില് തക്കാളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു ക്യാപ്സിക്കം വാങ്ങിച്ചത് ഇപ്പൊ അതും കൂടെ ഇരുന്നോട്ടാക്കാം. ഇതാണ്ട, നല്ല എളുപ്പമുണ്ട് കേട്ടോ, സംഭവം കൊള്ളാം. നമ്മുടെ ഫ്രിഡ്ജൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഇത് ഞാൻ പക്ഷെ മീഷോയിൽ നിന്നൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചത്, നമ്മുടെ രാമചന്ദ്രയിൽ നിന്നാണ്. 49 രൂപ. കൊള്ളാമോ കൊള്ളൂലേന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. അതാ തക്കാളി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് വേണ്ട, ഒരു തക്കാളി മൊത്തത്തിൽ വേണ്ട, കാരണം ഇച്ചിരി വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളേ. പകുതി തന്നെ ധാരാളം. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാവേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ്റെ കാര്യം മറന്നുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയതോ, ഇത്രയും വെള്ളമായി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ പച്ചമുളകിന്റെ ആ ഒരു എരിവാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാ നമ്മള് ഉള്ളി എല്ലാം ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മയൊക്കെ കണ്ടാ വഴക്ക് പറയും. അവക്ക് ഇതുപോലെ അവക്കൊന്ന് ചെയ്യാൻ വയ്യ കൈ വെച്ചരിയെ എന്ന്. അതെ, ഇത് കുറച്ച് തൈര് ഇവിടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ, പഴയത്. അപ്പൊ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലും ഒരു നുള്ളു വെള്ളം ചേർത്ത് കേട്ടോ. നേരത്തെ പോലെ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, ഒരല്പമേ ചേർത്തിട്ടുള്ളേ. ഇനി നമുക്ക് ഈ ബോക്സ് അങ്ങ് കഴുകായിടാം. ഈ തൈര് മതിയാവൂല, ആ തൈരും കൂടെ എടുക്കണം. പക്ഷെ ആ തൈര് നമ്മൾ പൊട്ടിച്ച ഇടാനായിട്ട് പാത്രം ഇല്ലല്ലോ. നമുക്ക് ആദ്യം അത് ഇട്ട് വെക്കാനുള്ള ബോക്സ് എടുത്തോണ്ട് വരാം. നമ്മുടെ എയർ ഫ്രയറിന്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പൊ തൈര് നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഇതിലൊഴിച്ചു. ബാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബോട്ടിലാക്കി കേട്ടോ. ഇനി ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ തൈരെല്ലാം ഒന്നുപോലെ അടിഞ്ഞു കിട്ടും. അപ്പൊ ഇതാ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കൂട്ടത്തിന് അങ്ങിട്ട് വെക്കാം. ഇതും നമ്മൾ എപ്പോഴും മറ്റുള്ള പാത്രങ്ങൾ പറയും പോലെ തന്നെയാണ്. ഇതും ഉടനെ ഒന്നും കഴുകാൻ എടുക്കരുത്. കുറച്ചു നേരം ഇരുന്ന് നല്ല ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് കഴുകിയാൽ മതിയേ. ഇത് നമുക്ക് മറ്റേതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ലേ.
അതിനൊന്ന് ഇതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. പപ്പടം വേണമെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പം എണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. പിള്ളേർക്ക് സാധാരണ സ്കൂളിൽ കൊടുത്തു വിടുമ്പം ഞാൻ എയർ ഫ്രയറിലാണേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേ നമ്മുടെ ഈ കിച്ചടിയല്ലല്ലോ സാലഡിലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ആവുമ്പോഴേ നമ്മുടെ സാലഡ് കംപ്ലീറ്റ് ആവും. എണ്ണ ചൂടാവട്ടെ. നമുക്ക് നമ്മുടെ ചിക്കനെ അറക്കണമെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് കേട്ടോ. നമുക്ക് വെന്തിട്ടുണ്ടടാ. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. നല്ല ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രേവി മാത്രം മതി നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവി. ആ ചിക്കൻ്റെ വെന്ത്. കറിവേപ്പില ത്തിടാനുള്ള പാത്രം റെഡി, പപ്പടം റെഡി, എണ്ണ റെഡി, എല്ലാവരും റെഡിയായി. ഇനി ചുടാൻ ഞാനും കൂടെ റെഡിയായ. ഇനി നമുക്ക് റൈസ് എടുത്ത് നോക്കണ്ടേ. നമ്മുടെ റൈസ് എന്തായിരുന്നു. ഇത് തൽക്കാലത്തേക്ക് ഇപ്പുറത്തോട്ട് വെക്കണേ. അല്ലെങ്കിൽ ഈ ഏലക്കയും ഗ്രാമ്പും ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്ത് മാറ്റിക്കോ കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവേ. കാഷ്നട്ട്, കിസ്മിസ്, സവാള. ഇത് അങ്ങനെ കയ്യിൽ നെയ്യ് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇത് വരില്ല കേട്ടോ. കാരണം നമ്മൾ സ്വല്ലേ ചേർത്തിട്ടുള്ളൂ. ഇത് മാറ്റാം. നമുക്കിനി ചിക്കനും കൂടെ കോരി വയ്ക്കാവേ. കഴിക്കാനുള്ള പ്ലേറ്റ് റെഡിയായി. ചോറും കറിയും ഒക്കെ റെഡിയായി കേട്ടോ. ഇതാ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗീ റൈസ്, സാലഡ്, പപ്പടം, ഗ്രീൻ ചിക്കൻ. അടിപൊളി കേട്ടോ. ഈ ചിക്കൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ആവശ്യത്തിന് ചോറുണ്ട്. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. അപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.